അവള് മാക്സിമം ഒരു ഇറ്റാച്ചിബിൾ അനക്കാൻ വല്ല പാറകളാണ് ഇത് പൊട്ടിച്ച് മാറണം. പ്രതികൂല കാലാവസ്ഥയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം പോലെ നിങ്ങൾ സൗണ്ട് കേൾക്കാൻ തോന്നുന്നത്. അപകട മേഖലയിലാണ് നിൽക്കുന്നത്. അപകട മേഖലയിലാണ് നിൽക്കുന്നത്. ഞാൻ കളക്ടറാണ് അവിടെ ഇതിനകത്ത് കയറി നോക്കുന്നത്. നിങ്ങൾ റവന്യൂ വിളിച്ച് ചോദിക്കാം. എന്നോട് ചോദിക്കാം. ഇവിടെ കഷ്ടപ്പെട്ട് ഇത്ര പേര് മലയാളി സെന്റർ പ്രവർത്തനം നിൽക്കുന്നത്. ഇവിടെ ചുറ്റും മലയാളി ആൾക്കാരാണ്. അവർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പോലീസുകാരുടെ മലയാളി കേരള പോലീസിൽ പോകുന്നത്. പിന്നെ കളക്ടർ റവന്യൂ മിനിസ്റ്റർ അവരെ കർണാടക ഭാഗത്താണ് നിങ്ങൾ പിടിച്ചോ. മലയാളികൾ അങ്ങനെ നിങ്ങൾ വാർത്ത അങ്ങനെ പിടിച്ചോ. പ്രശ്നമല്ല, കാര്യമല്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷിരൂർ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം 7ാം ദിവസവും പുരോഗമിക്കുകയാണ്. ഇതിനിടെ വാഹനം പുഴയിലായിരിക്കാമെന്ന നിഗമനം പങ്കുവയ്ക്കുകയാണ് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. അർജുന്റെ വാഹനം കരയിൽ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നും അവ്യക്തമായ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അത് എന്താണെന്ന് ഉറപ്പിക്കാനായിട്ടില്ലെന്നുമാണ് ജില്ലാ കളക്ടർ പറയുന്നത്. അർജുന്റെ ലോറി സംഭവസ്ഥലത്ത് നിന്ന് കടന്നുവന്ന് CCTVയിൽ വ്യക്തമാണ്. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് നിന്ന് വാഹനം കടന്നു പോയിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറിക്കൊപ്പം അർജുനും ഉണ്ടാകാം. ഇത് കരയിൽ തന്നെ ആകാമെന്നാണ് രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഉറപ്പിച്ചു പറയുന്നത്. റോഡിൽ മലയോട് ചേർന്ന ഭാഗത്ത് ലോറി ഉണ്ടാകാമെന്നാണ് രഞ്ജിത്ത് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തനം സാധ്യമായൊക്കെ ചെയ്യും എന്നും രഞ്ജിത്ത് ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് മലയാളി വാർത്തയുടെ രഞ്ജിത്ത് ഇസ്രായേൽ മനസ്സ് തുറന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കേൾക്കാം. രഞ്ജിത്ത്, അർജുന് കാണാനായിട്ട് 7 ദിവസം ഇപ്പൊ മണ്ണിൽ ലോറി ഇല്ല നമ്മുടെ കളക്ടർ വരെ പറയണത്. കളക്ടറാണല്ലോ ഇവിടെ. കളക്ടറാണോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കേട്ടറിന് ഇപ്പൊ മണ്ണ് പോലും മാറ്റിയിട്ടില്ല. കളക്ടറാണ് അവിടെ ഇതിനകത്ത് കയറി നോക്കുന്നത്. അവിടുത്തെ റവന്യൂ മിനിസ്റ്റർ പറഞ്ഞ 95% മണ്ണ് മാറ്റിയിട്ടുണ്ടെന്നല്ലോ. നിങ്ങൾ റവന്യൂ വിളിച്ച് ചോദിക്കാം. എന്നോട് ചോദിക്കാം. ഇവിടെ കഷ്ടപ്പെട്ട് ഇത്ര പേര് മലയാളി സെന്റർ പ്രവർത്തനം നിൽക്കുന്നത്. ഇവിടെ ചുറ്റും മലയാളി ആൾക്കാരാണ്. അവർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പോലീസുകാരുടെ മലയാളി കേരള പോലീസിൽ പോകുന്നത്. മലയാളി ഒരുപാട് പേര് അറിഞ്ഞിപ്പോണ്ട്. ഇത് കണ്ട് നമ്മൾ എന്താ കണ്ണടിച്ച് പൊട്ടന്മാരാക്കുന്നത്. ചേർച്ച നടന്നുകൊണ്ടിരിക്കുവല്ലേ. എന്താ കൊളൈഡ് ചെയ്തത്? ഹെവി ലാൻഡ് സ്ലൈഡ് അല്ലേ. നല്ല പവർഫുൾ റഡാർ കിട്ടിയിട്ടില്ല. പിന്നെ ആർമി കൊണ്ടുവന്ന് പറയുന്നത് റഡാർ എത്തിക്കുന്നത് പറയുന്നത്. ഇപ്പോഴും ചേർച്ച അടക്കാണ്. പ്രതികൂല കാലാവസ്ഥയാണ്. ചേർച്ച മാക്സിമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ശതമാനം മണ്ണ് അവിടെ ഇതിനിടയ്ക്ക് നിങ്ങൾ റൂമേഴ്സ് പോകാനായിട്ട് നമ്മളെ വിളിച്ചു കളയില്ല. നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഇവിടെ ഊണും ഉറക്കമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സഹോദരന് വേണ്ടി. അതിനൊരു ട്രക്ക് കണ്ടെത്താൻ വേണ്ടി കളക്ടർ റവന്യൂ മിനിസ്റ്റർ പോയി ചോദിക്കാം. ഇനി എത്ര ശതമാനം മണ്ണ് മാറ്റാണ്ട് അവിടെ നിന്ന്? മണ്ണ് മാറ്റണം. ശതമാനം കണക്കൊന്നുമില്ല. കംപ്ലീറ്റ് പൂർത്തിയാക്കണം. എവിടെയാണ് ക്ലിയർ ആൻഡ് ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് നടത്തുന്നത്. ആ ഡീപ്പ് ആൻഡ് വൈഡ് സെർച്ച് നടത്തിയത് ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പുഴയിൽ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? പുഴയിൽ സെർച്ച് ചെയ്യണം. പുഴയിൽ സെർച്ച് കണ്ടിന്യൂ ആണ്. അത് വേറെ ടീമല്ല ചെയ്യുന്നത്. നേവി ചെയ്യുന്നുണ്ടല്ലോ. 1ാം ദിവസം തൊട്ട് 7ാം ദിവസം ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. രഞ്ജിത്ത് ഇപ്പൊ ആ വിശ്വാസം മണ്ണിലുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ മാത്രമല്ല, ഞാൻ ഇതിന്റെ അഡ്വൈസ് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ആർമിയും മണ്ണിനടി NDRF നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇത് ആരും ഇതിനകത്ത് കോർഡിനേറ്റ് ചെയ്യാൻ ഒന്നും ഇല്ല. അല്ല, മലഭാഗം കൊണ്ടാണല്ലോ ഇത് ആരും അറിയാതെ പോയത്. 5 തുടക്കത്തിൽ അറിഞ്ഞ് നമുക്ക് ഈ പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പൊ 7 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇത്. 7 ദിവസം നമ്മൾ സൂപ്പർ ഹ്യൂമൻ പവർ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാം. മാക്സിമം മെഷീനറൈസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് നിൽക്കുന്നവർക്ക് അറിയാം. നിങ്ങൾക്കറിയാം. ബാക്കിയുള്ള പ്രമുഖ ചാനലെല്ലാം ഉണ്ട്. അവർക്കെല്ലാം അതിനായിട്ട് കാണുന്നുണ്ട് നമ്മളെന്താ വർക്ക്ഔട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ കളക്ടർ റവന്യൂ മിനിസ്റ്റർ അവരെ കർണാടക ഭാഗത്താണ് നിങ്ങൾ പിടിച്ചോ. മലയാളികൾ അങ്ങനെ നിങ്ങൾ വാർത്ത അങ്ങനെ പിടിച്ചോ. പ്രശ്നമല്ല, കാര്യമല്ല. ഇത് പ്രശ്നമുള്ള കാര്യമല്ല. മാക്സിമം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്. ഒരു ജലപാനം ഇല്ലാതെ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. ചുറ്റിനുള്ള മലയാളി സൗകര്യം ഒരുപാട് വേണ്ട. സെന്റർ ഒരുപാട് വന്നിട്ട് അവരെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാം ഇവിടെ കേരളത്തിൽ വന്ന ഉദ്യോഗസ്ഥർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവള് മാക്സിമം ഒരു ഇറ്റാച്ചിബിൾ അനക്കാൻ വല്ല പാറകളാണ് ഇത് പൊട്ടിച്ച് മാറണം. പ്രതികൂല കാലാവസ്ഥയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം പോലെ നിങ്ങൾ സൗണ്ട് കേൾക്കാൻ തോന്നുന്നത്. അപകട മേഖലയിലാണ് നിൽക്കുന്നത്. അപകട മേഖലയിലാണ് നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്നോട് നിങ്ങൾ ഫോൺ ചെയ്യുന്നത്. നിങ്ങൾ ചോദിക്കും റവന്യൂ മിനിസ്റ്റർ കളക്ടർ പറഞ്ഞാണ് ചോദിക്കുന്നത്. റവന്യൂ മിനിസ്റ്റർ അത് ഒരിക്കലും ആവർത്തിക്കില്ല. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണത്. നമ്മൾ സന്നദ്ധ പ്രവർത്തനമാണ്. ഞാൻ ഫോഴ്സിന്റെ ആളല്ല. എല്ലാം കളഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. സഹോദരന് വേണ്ടി. ആ സഹോദരനെ എത്ര പെട്ടെന്ന് കണ്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ. അതിനിടെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരാൻ 8-അംഗ സംഘം കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. എന്റെ മുക്കം, കർമ്മ, ഓമാശ്ശേരി, പുൽപ്പറമ്പ് രക്ഷാസേന തുടങ്ങിയ സന്നദ്ധ സംഘടനകളിൽപ്പെട്ട 18 പേരാണ് ഇന്ന് പുലർച്ചെ 2ഓടെ സംഭവസ്ഥലത്തേക്ക് തിരിച്ചത്. ബോട്ട്, സ്കൂബ ഡൈവിംഗ് സെറ്റ്, റോപ്പ് തുടങ്ങിയ സംവിധാനങ്ങളും ഇവർ കരുതിയിട്ടുണ്ട്. തങ്ങൾ മംഗലാപുരം പിന്നിട്ടതായി സംഘാംഗം സൈനുൽ ആബിദ് പറഞ്ഞു. അർജുനെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധമായിരുന്നെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് ഇവർ പോകാതിരുന്നതെന്ന് പറയുന്നു. NK രാഘവൻ MP-യെയും കർണാടക SP-യെയും ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇന്നലെ രാത്രിയോടെ എന്ത് വന്നാലും രക്ഷാപ്രവർത്തനത്തിന് പോകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് ആ സമയത്ത് ലഭ്യമായവരെ ബന്ധപ്പെട്ട് പുലർച്ചെയോടെ കർണാടകയിലേക്ക് തിരിക്കുകയായിരുന്നുവെന്നാണ് സംഘങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.